ഹായ്, എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എക്കണോമിക്സ് എന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലവിധ പരീക്ഷകൾക്ക് ചോദിച്ച ആ കോണ്ടന്റ് എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മുടെ ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം UPSC സിവിൽ സർവീസിന്റെ പ്രിലിംസ് പരീക്ഷയ്ക്ക് മുൻ ചോദിച്ചിട്ടുള്ള ആ ചോദ്യങ്ങൾ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടന്റും പിന്നെ അതുപോലെ തന്നെ PSC പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചോദിച്ച ചോദ്യങ്ങൾ, അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾ, ഇതുപോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ആസ്പദമായ വിവരങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും നമുക്ക് അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാം. അപ്പം എല്ലാവരും വീഡിയോ കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പം ഒന്നാമത്തെ ചോദ്യം നമുക്ക് പറയാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇൻ വിച്ച് 5-year plan വാസ് ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്ഡ്? അതായത് ചോദ്യം ഇതാണ്: ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നബാർഡ് എന്ന് പറയുന്ന ബാങ്ക് സ്ഥാപിക്കപ്പെട്ടത്? ഓക്കെ, ചോദ്യം ഒന്നുകൂടെ പറയാം. ഏത് പഞ്ചവത്സര പദ്ധതി, 5-year plan, ഓക്കെ, FYP, ഓക്കെ, 5-year plan, ഓക്കെ, ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നമുക്ക് ഏത് സ്ഥാപനം ഉടലെടുത്തത്? അതായത് നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ഇതാണ്: 3-ാം പഞ്ചവത്സര പദ്ധതി, 4-ാം പഞ്ചവത്സര പദ്ധതി, 5, 6, ഇങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഉത്തരം, ഇതൊരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒട്ടുമിക്ക PSC പരീക്ഷകൾക്കും എക്കണോമിക്സ് ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്നത്: നബാർഡ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നിട്ടുള്ളതെന്നുള്ള ചോദ്യം. അപ്പൊ ഉത്തരം ഏതാണ്? 6-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് എന്ന് പറയുന്ന ബാങ്ക് സ്ഥാപിക്കപ്പെടുന്നത്. ഇതാണ് അതിന്റെ ഉത്തരം. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, സ്ട്രെയിറ്റ് ആൻസർ. ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ മാറിയ പരീക്ഷാ രീതിയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ഇതായിരിക്കും. ഓക്കെ, ഈ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ ബാങ്ക് സ്ഥാപിതമായത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന തരത്തിൽ നമുക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ 2-3 സെന്റൻസുകൾ പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട 2-3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും: 6-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് എന്ന് പറയുന്ന ബാങ്ക് സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, മുകളിൽ തന്നിരിക്കുന്നതിൽ എത്ര സെന്റൻസ് ശരിയാണ്, എത്ര എണ്ണം തെറ്റാണ്? ഇത്തരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ കോണ്ടന്റ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ, നബാർഡുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നബാർഡ് എന്താണ്? നബാർഡ് എന്നാണ് നോക്കണം. ഓക്കെ, നബാർഡ്. ഓക്കെ, ഈ നബാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഷോർട്ട് ഫോം ആണ്. ഓക്കെ, എന്തിന്റെ ഷോർട്ട് ഫോം ആണെന്ന് നോക്കാം. ഇതിനകത്ത് NAB എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ബാങ്ക് എന്നാണ് NAB എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ബാങ്ക്. ഓക്കെ, നാഷണൽ ബാങ്ക്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ബാക്കി ആ ARD പറയും: ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതായത് കാർഷിക വികസനത്തിനും അല്ലെങ്കിൽ കൃഷി ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗ്രാമീണ വികസനത്തിനും വേണ്ടി രൂപം കൊണ്ട സ്ഥാപനമാണ് അല്ലെങ്കിൽ ദേശീയ ബാങ്കാണ് ഇതെന്ന് പറയുന്നത് നബാർഡ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? നബാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാഷണൽ ബാങ്ക് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, നബാർഡ് എന്ന് പറയുന്നത് ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. കൂടാതെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? അഗ്രികൾച്ചർ, കൃഷി സംബന്ധമായ കാര്യത്തിന്, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ്, അതായത് ഗ്രാമീണ പ്രദേശങ്ങളുടെ വികസനം, ഗ്രാമീണ പ്രദേശത്തെ ജനങ്ങളുടെ വികസനം, ഗ്രാമീണ സൗകര്യങ്ങളുടെ വികസനം എന്നീ ആവശ്യങ്ങൾക്കായിട്ട് രൂപം കൊണ്ട ഒരു ദേശീയ ബാങ്കാണ് ഏത്? നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഷോർട്ട് ഫോമിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായി പറഞ്ഞത്. അപ്പൊ നബാർഡ് നാഷണൽ ബാങ്ക്, ഫോർ ARD എന്തിനാണ്? അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ്. ക്ലിയർ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രീമിയർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമുക്കറിയാം ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെ? എന്താണ് ബാങ്കിന്റെ ബേസിക് ധർമ്മം എന്ന് പറയുന്നത്? ജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, എന്നിട്ട് ഈ സ്വീകരിച്ച ഡെപ്പോസിറ്റ്, അതായത് ആവശ്യമുള്ള പൈസ ആർക്കാണോ ആവശ്യമുള്ളത് അവരിലേക്ക് ഇത് കൊടുക്കുക, അല്ലെ? ഇതാണല്ലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഒരു ഫിനാൻഷ്യൽ പർപ്പസ്. ഇവിടെ എന്താണ് ഫിനാൻഷ്യൽ പർപ്പസ് ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ ഫിനാൻസ്, അതായത് കൃഷി സംബന്ധമായ തരത്തിലുള്ള വായ്പകൾ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പം ഒരു കർഷകന് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു കർഷകനെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യണം? കൃഷി ചെയ്യാൻ ആവശ്യമായ ധനസഹായം ആവശ്യമാണ്, അല്ലെ? അപ്പൊ ഇത്തരത്തില് കൃഷിക്ക് ആവശ്യമായ ധനസഹായം നൽകുകയും അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ്, അതായത് ഒരു ഗ്രാമത്തിലെ
ആൾക്കാരുടെ അല്ലെങ്കിൽ ഗ്രാമീണ സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന നബാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി അഗ്രികൾച്ചറിനെ ഫിനാൻസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ അതായത് ഗ്രാമീണ വികസനത്തിന് ആവശ്യമായ ധനസഹായം കൊടുക്കുക. ഇതാണ് ഇതിന്റെ ധർമ്മം, നബാർഡിന്റെ ധർമ്മം. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നബാർഡ് സ്ഥാപിതമായത് NABARD began its operation with a share capital of 100 crore. അതായത് 100 കോടി രൂപയായിരുന്നു. അതായത് നബാർഡ് സ്ഥാപിക്കുന്ന സമയത്ത് അതിന്റെ സ്ഥാപിത മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 100 കോടി രൂപയാണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നമുക്കൊരു സിമ്പിൾ പോയിന്റ്സ് ആണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാൻ വേണ്ടിയുള്ള പോയിന്റ് ആണ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള പോയിന്റ് ആണ്. എന്നാണ് നബാർഡ് സ്ഥാപിതമായത്? നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നബാർഡ് സ്ഥാപിതമായത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതായത് 6th 5-year പ്ലാനിന്റെ സമയത്താണ് നബാർഡ് എന്ന് പറയുന്ന ബാങ്ക് സ്ഥാപിതമാകുന്നത്. അത് ഏത് വർഷമാണ്? 1982-ലാണ് നബാർഡ് സ്ഥാപിതമാകുന്നത്. ഓക്കെ, അപ്പൊ നബാർഡ് സ്ഥാപിതമാകുന്നത് 1982-ലാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് സ്ഥാപിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് മുംബൈയിലാണ് നബാർഡിന്റെ ആസ്ഥാനം. അതുപോലെ തന്നെ ഏത് കമ്മിറ്റിയുടെ, അതായത് നമ്മളിത് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും മറ്റ് സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു കമ്മീഷൻ ഉണ്ടാവും, ആ കമ്മീഷന്റെ അധ്യക്ഷനുണ്ട്, ആ അധ്യക്ഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ന സ്ഥാപനം ഉണ്ടായത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് വളരെ പ്രധാനമാണ് താനും. അപ്പം നമ്മൾ കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഇത് ഏത് കമ്മീഷനാണ്, എന്നാണ് ഈ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്, ഈ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്, ഇങ്ങനെ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. ഇവിടെ ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നബാർഡ് സ്ഥാപിതമാകുന്നത്? അത് ബി ശിവരാമൻ കമ്മിറ്റി. ഓക്കെ, ബി ശിവരാമൻ കമ്മിറ്റിയുടെ എന്താ പറയുന്നത്, അവരുടെ റെക്കമെൻഡേഷന്റെ പ്രകാരമാണ് നബാർഡ് എന്ന് പറയുന്ന ബാങ്ക് സ്ഥാപിതമാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഗോവിന്ദരാജുലു ചിന്തല എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ നബാർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നബാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പോയിന്റ്സിനകത്ത് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷൻ ആണ് ഇഷ്യൂസ് ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനമാണ്, ഏത് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ UNDP, WHO, IMF, വേൾഡ് ബാങ്ക്. ഇതിനകത്ത് ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെ. ഓക്കെ, പിന്നെ നമുക്ക് UNDP ആണോ WHO ആണോ എന്നാണ് നമ്മുടെ ചോദ്യം, അല്ലെ നമ്മുടെ മുന്നിലുള്ള കാര്യം. അപ്പം ഏതാണ്? UNDP ആണ് എന്ത് ചെയ്യുന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്കിനി ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് നോക്കിയിട്ട് പോവാം. ഓക്കെ, നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇത് ഈ ടേം നിങ്ങൾ പലപ്പോഴും കേൾക്കുന്നുണ്ടാവും അല്ലെ. നമ്മള് TV ന്യൂസ് കാണുമ്പോഴും അല്ലെങ്കിൽ പത്രം വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ആനുകാലിക മാഗസിൻ ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അപ്പൊ നമ്മൾ കാണുന്ന വാർത്ത എന്താണ്? ഇപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ HDI-ല് സൂചിക ഇന്ത്യ കുറച്ച് സ്ഥാനം മെച്ചപ്പെടുത്തി, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം കുറച്ച് താഴേക്ക് പോയി, ഇങ്ങനെയൊക്കെ തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ് HDI എന്നുള്ളതാണ് നമുക്ക് നോക്കട്ടെ. അപ്പൊ നോക്കാം. HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈസ് എ സമ്മറി മെഷർ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതായത് മൊത്തത്തിൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെ മൊത്തം വികസനത്തിന്റെ ഒരു സമ്മറിയാണ് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ പൊതുവെ പറയും അല്ലെ, ഒരു മനുഷ്യൻ ഡെവലപ്ഡ് ആണോ അല്ലയോ നമുക്ക് പ്രകടമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ മെഷർ വെച്ച് നമുക്ക് പറയാൻ പറ്റും അല്ലെ, ഇത് ഈ ഡെവലപ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊരു മെഷർമെന്റിലൂടെ പറയാൻ പറ്റും. ആ മെഷർമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് HDI എന്ന് പറയുന്നത്. ഓക്കെ, ഈ HDI എന്ന് വെച്ചാൽ കുറെ പോയിന്റ്സ് ആണ്. ഓക്കെ, ഈ പോയിന്റ്സ് കൊടുക്കുക. ഈ പോയിന്റ്സിനനുസരിച്ച് ഒരു സൂചികയാണ്. അപ്പൊ ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് എത്രത്തോളം നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊസിഷൻ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഡെവലപ്മെന്റിലാണ് നമ്മുടെ രാജ്യം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പറയുന്ന ഒരു മെഷറാണ്, സമ്മറി മെഷറാണ് എന്തെന്ന് പറയുന്നത് ഈ HDI എന്ന് പറയുന്നത്. അപ്പം എന്താണ് HDI എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇസ് എ സമ്മറി മെഷർ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതായത് മനുഷ്യന്റെ വികസനത്തിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തോത്. ഓക്കെ, അല്ല നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു തോത്, ഈ തോത് വെച്ച് പറയാൻ പറ്റും ഈ മനുഷ്യന് എത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടെന്ന്.
അപ്പൊ അതിന് ഉപയോഗിക്കുന്ന തോതാണ് എന്ത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് സിംപ്ലി നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ദ ആവറേജ് അച്ചീവ്മെന്റ്സ് ഇൻ എ കൺട്രി ഇൻ 3 ബേസിക് ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ വികസനത്തിന് ആവശ്യമായ 3 ഡയമെൻഷൻസ്. ഓക്കെ, ആ 3 ഡയമെൻഷൻസിന്റെ അച്ചീവ്മെന്റ്, ഈ പറയുന്ന 3 ഡയമെൻഷന് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ഈ ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് ആയി എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഈ 3 ഡയമെൻഷൻ ഉണ്ട്. ഏതൊക്കെ 3 ഡയമെൻഷൻ നമുക്ക് നോക്കാം. ആ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, അതായത് നല്ല ആരോഗ്യമുള്ള ഒരു ദീർഘായുസുള്ള ഒരു ലൈഫ് മനുഷ്യരുണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ ഡയമെൻഷൻ. ആ ഡയമെൻഷൻ, അതായത് ആ ഡയമെൻഷൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് HDIയിൽ നമ്മൾ മുന്നിലേക്ക് പോയി, അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആക്സസ് ടു നോളജ്, അറിവ് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ആക്സസ് ഉണ്ട് അല്ലെ. നമുക്ക് സ്കൂളുകളുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കോളേജുകളുണ്ട്. ഇവയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നമ്മുടെ രാജ്യം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും HDIയിൽ നമ്മൾ മുന്നോട്ടാണ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഡയമെൻഷൻ ആണ് a decent standard of living, ഒരു അത്യാവശ്യം നല്ല ജീവിക്കാനുള്ള ഒരു പരിതസ്ഥിതി, അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ ഈ 3 ഡയമെൻഷനും നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഈ അച്ചീവ് ചെയ്യുന്നതിനെ വെച്ചിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സൂചിക തയ്യാറാക്കപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഇറ്റ് മെഷേഴ്സ് ദ ആവറേജ് അച്ചീവ്മെന്റ്സ് ഇൻ എ കൺട്രി, 3 ബേസിക് ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. മനുഷ്യന്റെ വികസനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളെ നമ്മൾ അളന്നു നോക്കും. ഈ 3 കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹ്യൂമൻ ഡെവലപ്മെന്റിൽ നമ്മൾ മുന്നിലാണ്. ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, അല്ലെ, ഒരു ആയുർദൈർഘ്യമുള്ള വളരെ നല്ലൊരു ജീവിതം. അതുപോലെ തന്നെ ആക്സസ് ടു നോളജ്, അറിവിനുള്ള ആക്സസ് ഉണ്ടാകുക. അതുപോലെ തന്നെ എ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അത്യാവശ്യം നല്ല ജീവിക്കാനുള്ള ഒരു പരിതസ്ഥിതി. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്താൽ നമ്മൾ HDIയിൽ നമ്മൾ മുന്നിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ദ മെഷർ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈസ് പബ്ലിഷ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതായത് UNDP എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന. സിൻസ് 1990, 1990 മുതൽ ഈ UNDP എന്ന് പറയുന്ന സ്ഥാപനമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു തോത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ത്രൂ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലൂടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന സൂചിക പുറത്തുവിടുന്നത് ആരാണ്? UNDP ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് റിലീസ്ഡ് അറ്റ് ദ ഗ്ലോബൽ, റീജിയണൽ, നാഷണൽ ആൻഡ് സബ് നാഷണൽ ലെവൽ. അപ്പൊ ഇത് ഒരു ഗ്ലോബലി ഇത് ശരിക്കും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, റീജിയണലി നമുക്ക് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നാഷണൽ ആൻഡ് സബ്, ദേശീയവും ഒക്കെ ആയിട്ട് ഇതിന്റെ ഒരു ഈ HDIയുടെ ഒരു തോത് ശരിക്കും ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വികസനത്തിന്റെ ഒരു സമ്മറി മെഷർ ആണ്. അതുപോലെ തന്നെ 3 ഡയമെൻഷൻ അച്ചീവ് ചെയ്തെങ്കിൽ നമുക്ക് പറയാം നമ്മൾ HDIയിൽ മുന്നിലാണെന്ന്. അത് ഏതൊക്കെയാണ് 3 ഡയമെൻഷൻസ്? വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഒരു ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, ആക്സസ് ടു നോളജ്, a decent standard of living. പിന്നെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇത് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഏത് സ്ഥാപനമാണ്? അത് UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ഏത് വർഷം മുതൽ? 1990 മുതലാണ്. ഇത് പല ലെവൽസിലാണ് ചെയ്യുന്നത്. ഗ്ലോബലി ചെയ്യുന്നുണ്ട്, റീജിയണലി ചെയ്യുന്നുണ്ട്, നാഷണൽ ആൻഡ് സബ് നാഷണൽ ലെവൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് HDIയെ കുറിച്ച് പറയുന്ന ക്വസ്റ്റ്യൻ. ഇതാണ് ആരാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? UNDP ആണ്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി? എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് പ്രൈവറ്റ്ലി ഓൺഡ്, പബ്ലിക്ലി ഓൺഡ്, മിക്സ്ഡ്, അതുപോലെ തന്നെ നൺ ഓഫ് ദീസ്. അപ്പം ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്വകാര്യ വ്യക്തികളാണ് അവിടുത്തെ കീ പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ്ലി ഓൺഡ് എന്നാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് നോക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഓർ ക്യാപിറ്റലിസം, നമ്മൾ രണ്ട് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റലിസം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്തം. ഓക്കെ, മീൻസ് ആൻ ഇക്കണോമിക് സിസ്റ്റം
in which the factors of production such as land, labor, entrepreneurship and capital are controlled and regulated by private players. Okay, ഇത്രേ ഉള്ളൂ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാൻഡ് ആണെങ്കിലും ലേബർ ആണെങ്കിലും ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് സ്വകാര്യ വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള എക്കണോമി നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. എന്താണ്? അതായത് ഒരു എക്കണോമിക് സിസ്റ്റം, അതായത് ഒരു രാജ്യത്തിന്റെ ഒരു എക്കണോമിക് സിസ്റ്റം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടുത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാൻഡ്, ലേബർ, ഓണ്ടർപ്രണർഷിപ്പ്, ക്യാപിറ്റൽ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നു. ഓക്കെ, സ്വകാര്യ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നു. ഓക്കെ, ദിസ് ഫോം ഓഫ് ഇക്കണോമി is also known as a free market economy because there is no government intervention. Okay, ഇത്തരത്തിലുള്ള എക്കണോമിക്ക് മറ്റൊരു പേരുണ്ട്, ഫ്രീ മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെന്റിന്റെ യാതൊരു റെഗുലേഷനും ഇല്ല. അതായത് അവിടെ പ്രൈസ് കൺട്രോൾ ചെയ്യുന്നതും ഡിമാൻഡ് എല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ഫുള്ള് പ്രൈവറ്റ് പ്ലേയേഴ്സ് ആണ്. അതായത് സ്വകാര്യ വ്യക്തികളാണ് തീരുമാനിക്കുന്നത് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രൈസ് റെഗുലേഷൻ എങ്ങനെയാണ്, പ്രൈസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഒക്കെ ഇതെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ഈ പറയുന്ന പ്രൈവറ്റ് വ്യക്തികളാണ്. അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി is also called liberal economy because the free market decides the demand, supply and price. Okay, ഇതിന് മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, ലിബറൽ എക്കണോമി എന്നോട് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇതൊരു ഫ്രീ മാർക്കറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഡിമാൻഡും സപ്ലൈയും പ്രൈസ് മെക്കാനിസം, പ്രൈസിന്റെ എലിവേഷനും മൊത്തവും തീരുമാനിക്കുന്ന ആരാണ്? ഈ സ്വകാര്യ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ലിബറൽ എക്കണോമി എന്ന് പറയുന്നുണ്ട്. അപ്പൊ 2-3 പേരുകൾ നമ്മൾ നോക്കുക. ഒന്ന് ഫ്രീ മാർക്കറ്റ് എക്കണോമി, പിന്നൊന്ന് ലിബറൽ എക്കണോമി. ഇതിനെല്ലാം ഏതിനെയാ പറയുന്നത്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. അതായത് പ്രൈവറ്റ് പ്ലേയേഴ്സ് ആണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ മിക്സഡ് എക്കണോമി? എന്താണ് മിക്സഡ് എക്കണോമി? അപ്പൊ മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓക്കെ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓക്കെ, നമുക്ക് എന്താന്ന് നോക്കാം. ഇതിനകത്ത് ചില ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ട് ഡി അല്ല ABCD എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ഓപ്ഷൻസ് ഇതാണ്. കോ എക്സിസ്റ്റൻസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. മൂന്നാമത്തെ ഓപ്ഷൻ കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ. അടുത്തത് നൺ ഓഫ് ദീസ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇതിനകത്ത് ഗവൺമെന്റും അഗ്രികൾച്ചർ സെക്ടറും എന്ന് പറയുമ്പോഴും ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും അഗ്രികൾച്ചർ സെക്ടറും ഇത് രണ്ടും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം അഗ്രികൾച്ചറിനെ കുറിച്ച് നമ്മൾ എങ്ങും ഒരു എക്കണോമിക് സിസ്റ്റം പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്നില്ല. ഓക്കെ, അത് ഒരു സെക്ടർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ നമുക്ക് പറയാൻ പറ്റും പബ്ലിക്കും പ്രൈവറ്റും കൂടെ ഒരുമിച്ച് വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിക്സഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ ഒരു പറയുന്ന പേരാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെന്റ് പൂർണ്ണമായും ഗവൺമെന്റിന്റെ റെഗുലേഷൻ ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് എന്ത്? സോഷ്യലിസ്റ്റ് എക്കണോമി. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേരുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? മിക്സഡ് എക്കണോമി. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? ഇപ്പം സ്വകാര്യ വ്യക്തികളാണ് ഒരു രാജ്യത്തിന്റെ മൊത്തവും നിർമ്മാണ പ്രവർത്തനങ്ങളെയും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനലുകളെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ മുഴുവൻ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ, പൂർണ്ണമായും ഗവൺമെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു രാജ്യത്ത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയും ഗവൺമെന്റിന്റെ അതായത് സോഷ്യലിസ്റ്റ് എക്കണോമിയും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ മിക്സഡ് എക്കണോമി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഇതാണ് ശരി. ഓക്കെ, കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, അതാണ് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. മിക്സഡ് എക്കണോമി. A mixed economy is an economic system that has elements of both capitalism and socialism. Okay, അതായത് മിക്സഡ് എക്കണോമി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ ക്യാപിറ്റലിസത്തിന്റെ എലമെന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യലിസത്തിന്റെ എലമെന്റും ഉണ്ട്. ഇപ്പൊ ഉദാഹരണം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നമ്മുടെ രാജ്യം ഇന്ത്യ. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിക്സഡ് എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ്. കാരണം എന്താ? അവിടെ
ക്യാപിറ്റലിസം ഉണ്ട്, അതായത് പ്രൈവറ്റ് വ്യക്തികൾ കൺട്രോൾ ചെയ്യുന്ന ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് മാത്രം കൺട്രോൾ ചെയ്യുന്ന ഏരിയകളും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചു പോവുകയാണ് നമ്മുടെ ഇന്ത്യയിൽ. അത്തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതാണ് അടുത്ത പോയിന്റ്. മിക്സഡ് എക്കണോമിക് സിസ്റ്റം thus combines the positive sides of both capitalism and socialism while avoiding its negative aspect. അതായത് ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സഡ് എക്കണോമിക് സിസ്റ്റത്തിനകത്ത് ഈ രണ്ടിനകത്തില്, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ, അതായത് ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസം, ഓക്കെ ഇതിന്റെ രണ്ടിന്റെയും പോസിറ്റീവ് സൈഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിന് രണ്ടിനും നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ഓക്കെ, ക്യാപിറ്റലിസത്തിന് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. കാരണം അവിടെ ക്യാപിറ്റലിസത്തിൽ പ്രൊഡക്റ്റ് വരുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന പൂർണ്ണമായിട്ട് ലാഭത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അവിടെ ജനങ്ങളുടെ ക്ഷേമമോ ജനങ്ങളുടെ വെൽഫെയറിനെ കുറിച്ചോ ഒരിക്കലും ക്യാപിറ്റലിസ്റ്റ് മുതലാളികൾ ചിന്തിക്കാറില്ല. അവരെപ്പോഴും ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ വിപണിയിൽ എത്തിക്കാറുള്ളൂ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ അവിടെ അതിന്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെൽഫെയർ ഇല്ല, ജനങ്ങളുടെ വെൽഫെയർ ഇല്ല എവിടെ? ക്യാപിറ്റലിസത്തിൽ. സോഷ്യലിസത്തിൽ പോസിറ്റീവ്സ് ഉണ്ട്. സോഷ്യലിസത്തിന് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്വന്തമായിട്ട്, അതായത് വ്യക്തികൾക്ക് ഫ്രീഡം ഇല്ല, അതായത് സ്വന്തമായിട്ട് പ്രൈവറ്റ് വ്യക്തികൾക്ക് ഒന്നും ഓൺ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതാണ് ഇവിടുത്തെ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോഷ്യലിസത്തിന്റെ നെഗറ്റീവ് അത് എന്താണ്? അതായത് സ്വകാര്യ വ്യക്തികൾക്ക് സ്വന്തമായിട്ട് ഭൂമി കൈകാര്യം ചെയ്യാൻ പോലെയുള്ള ഒരു റൈറ്റ് ഉണ്ടാവില്ല, മൊത്തവും ഗവൺമെന്റ് ആയിരിക്കും നിശ്ചയിക്കുന്നത്. അതാണ് സോഷ്യലിസത്തിന്റെ നെഗറ്റീവ് എന്ന് പറയാൻ. ഇവിടെ ക്യാപിറ്റലിസം നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ വെൽഫെയർ ഇല്ല. അങ്ങനെ ഈ രണ്ട് നെഗറ്റീവുകളെ അവോയ്ഡ് ചെയ്തിട്ട് ക്യാപിറ്റലിസത്തിന്റെ പോസിറ്റീവും സോഷ്യലിസത്തിന്റെ പോസിറ്റീവും കൂടെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് എന്ത്? മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിക്സഡ് എക്കണോമിക് സിസ്റ്റം പ്രൊട്ടക്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് permits some economic freedom in the use of capital. Okay, but it also permits the government intervention in the economy to achieve a social objective. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ് മിക്സഡ് എക്കണോമിയിൽ. അതിന്റെ ഒരു കാര്യം പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് വ്യക്തികൾക്ക് സ്വന്തമായിട്ട് ഉണ്ട്, അവർക്ക് സ്വന്തമായിട്ട് വസ്തുക്കളുണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, അവർക്ക് ഇക്കണോമിക് ഫ്രീഡം ഉണ്ട്, ഇല്ലേ? അവർക്ക് ഇഷ്ടമുള്ള ബിസിനസ് തുടങ്ങാം, ഇഷ്ടമുള്ള രീതിയിൽ അതിന്റെ വില നിശ്ചയിച്ച് അവർക്ക് അവരുടേതായ രീതിയിൽ വരുമാനം കണ്ടെത്താൻ പറ്റും. അത് എവിടെ? ഈ മിക്സഡ് എക്കണോമിയിൽ. അതുപോലെ തന്നെ ജനങ്ങൾക്ക്, അതായത് ജനങ്ങൾക്ക് ഇപ്പം പൈസ ഇല്ലാത്ത ആൾക്കാരിലേക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങൾ എത്തിക്കാനുള്ള ഗവൺമെന്റ് ഇന്റർവെൻഷനും അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അരി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ MRP 60 രൂപയ്ക്ക് കിട്ടുന്ന അരി അവൈലബിൾ ആണ്. അത് പ്രൈവറ്റ് വ്യക്തികൾ മാർക്കറ്റിൽ വിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ റേഷൻ ഷോപ്പ് PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി 1 രൂപയുടെ അരി വരുന്നുണ്ട്, അല്ലെ? അതായത് അരി വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് എന്താ 1 രൂപയുടെ അരി റേഷൻ കട വഴി കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. അതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ MRP 60 രൂപയ്ക്ക് വിൽക്കുമ്പോൾ പ്രൈവറ്റ് വ്യക്തികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ നടക്കുന്നുണ്ട്, 1 രൂപയ്ക്കുള്ള അരി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ട് എവിടെ? മിക്സഡ് എക്കണോമിയിൽ. ഇപ്പൊ നമ്മള് ക്യാപിറ്റലിസം മാത്രമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 60 രൂപയുടെ അരി മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അത് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് അപ്പൊ എന്താ പറയുക, ആ ഒരു സർവീസ് കിട്ടാതെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് മിക്സഡ് എക്കണോമി ആകുമ്പോൾ ഇത് രണ്ടും നടക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്കും പൈസ ഉള്ള ആൾക്കാർക്കും ഒരുപോലെ അവരുടെ എന്താ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. അതാണ് മിക്സഡ് എക്കണോമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന എക്കണോമിക് സിസ്റ്റം മിക്സഡ് എക്കണോമിയാണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നോക്കാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which organization calculates national income of India? ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഓർഗനൈസേഷൻ ആണെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫിനാൻസ് കമ്മീഷൻ ആണ്, രണ്ടാമത്തത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ, 3 നീതി ആയോഗ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തായാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെന്ന് നമുക്കറിയാം, നീതി ആയോഗം അല്ലെന്നറിയാം, പിന്നെ ഇത് രണ്ടിൽ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നാഷണൽ ഇൻകം എന്താണ്? നമുക്ക് ആദ്യം നാഷണൽ ഇൻകം നമുക്ക് നോക്കാം. ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി ഈസ് എ ടോട്ടൽ ഇൻകം ജനറേറ്റഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ഇൻ ഇറ്റ്സ് എക്കണോമിക് ടെറിട്ടറി ഇൻ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, യൂഷ്വലി 1 year. അതായത് നാഷണൽ ഇൻകം, ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ആ രാജ്യത്ത് ജനറേറ്റ് ചെയ്യപ്പെട്ട, ആ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർ ജനറേറ്റ് ചെയ്ത മൊത്തവും വരുമാനത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ റെസിഡൻസ് ജനറേറ്റ് ചെയ്ത മുഴുവൻ ആ എക്കണോമിക് ടെറിട്ടറിക്കുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൊത്തവും വരുമാനത്തിനെ പറയുന്ന പേരാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇതൊരു 1 ഇയർ കാൽക്കുലേഷൻ ആണ്. ഈ 1 ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് തൊട്ടാണ് ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയുള്ള കാലയളവാണ് ഈ 1 ഇയർ എന്ന് പറയുന്നത് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നാഷണൽ ഇൻകം കമ്മിറ്റി വാസ് ഫോംഡ് ഇൻ 1949 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് പ്രൊഫസർ PC മഹലനോബിസ്. അതായത് ഇന്ത്യയിലെ ദേശീയ വരുമാനം, സ്വതന്ത്ര ഇന്ത്യയിലെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് PC മഹലനോബിസ് ആണ്. അങ്ങനെ നാഷണൽ ഇൻകം കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഫോം ചെയ്യപ്പെടുന്നു 1949. അത് ആളായിരുന്നു അതിന്റെ ചെയർമാൻ? പ്രൊഫസർ PC മഹലനോബിസ്. പിന്നെ മറ്റൊരു കാര്യം നോക്കണം. It submitted its first report in 1951 and the final report in 1954. Okay. അങ്ങനെ ഈ 1949 ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്നു. അതിന്റെ റിപ്പോർട്ട്, ഫസ്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിന്റെ ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന 1951 ഫൈനൽ റിപ്പോർട്ട് 1954. അപ്പം ഇതനുസരിച്ച്, ആ റിപ്പോർട്ട് അനുസരിച്ച് അന്നത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 246.90 രൂപയും, ഏത് പീരീഡാണ്? 50 മുതൽ 54 വരെയുള്ള പീരീഡില് എന്തായിരുന്നു? 54 നമ്മൾ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനകത്ത് പറയുന്ന അനുസരിച്ചിട്ട് അന്നത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 246 രൂപയായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ആണ് എന്ത് ഓർഗനൈസേഷൻ വരുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ആ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ ആണ്, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അതായത് ഈ CSOയുടെ റെസ്പോൺസിബിലിറ്റി ആണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദ ഫസ്റ്റ് ഒഫീഷ്യൽ എസ്റ്റിമേറ്റ് വാസ് ബൈ CSO വാസ് ഇൻ 1956. അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പിന്നീട് സെറ്റപ്പ് ചെയ്യുന്നു. ഓക്കെ, ആ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറയാം. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്ത് ഒരു പ്രസ്തുത ഇയറിൽ, പ്രസ്തുത സാമ്പത്തിക വർഷം ആ രാജ്യത്തിന്റെ ടെറിട്ടറിയിൽ താമസിക്കുന്ന ആൾക്കാർ ജനറേറ്റ് ചെയ്യുന്ന മൊത്തം വരുമാനമാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അത് നാഷണൽ ഇൻകം കമ്മിറ്റി ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് എന്നാണ്? 1949. അതിന്റെ ഹെഡ് ആരായിരുന്നു? PC മഹലനോബിസ്. ഓക്കെ, അടുത്തത് ഇവരുടെ ഈ നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ആദ്യത്തെ റിപ്പോർട്ട് 51 സബ്മിറ്റ് ചെയ്യുന്നു. ആ അവസാനത്തെ റിപ്പോർട്ട് 54. ആ ഈ റിപ്പോർട്ട് പ്രകാരം 50 മുതൽ 54 വരെയുള്ള കാലയളവിൽ നമ്മളുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എത്രയായിരുന്നു? അത് 246 രൂപയായിരുന്നു. പിന്നീട് ഇതിനെല്ലാത്തിനും ശേഷം എന്ത് ചെയ്യുന്നു? CSO എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിക്കപ്പെടുന്നു. ആ സ്ഥാപനത്തിന്റെ ഫുൾ പേരാണ് എന്ത്? CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. പിന്നീട് ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ആയി മാറി എന്ത്? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് 1956 ഒഫീഷ്യലി എസ്റ്റിമേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഡയറക്റ്റ് ടാക്സ്? അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ഏതെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ കസ്റ്റംസ് ഡ്യൂട്ടി, എന്റർടൈൻമെന്റ് ടാക്സ്, GST, ഇൻകം ടാക്സ്. ഇതിൽ ഏതെന്നാണ്? അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ടാക്സിന്റെ മലയാളം ഞാനൊന്ന് എഴുതിയേക്കാം. പ്രത്യക്ഷ നികുതി. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. പ്രത്യക്ഷ നികുതി നോക്കാം. ഡയറക്റ്റ് ടാക്സ്, അതായത് പ്രത്യക്ഷ നികുതി, ഈസ് ലെവീഡ് ഡയറക്ട്ലി ഓൺ ദ ടാക്സ് പെയർ ആൻഡ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ, നമ്മളെ പോലെ പൗരൻ, ഓക്കെ, ഒരു പൗരന്റെ മേൽ നേരിട്ട് ചുമത്തുക. അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണെന്ന് വിചാരിച്ചു. ഗവൺമെന്റ് നേരിട്ട് ലെവി ചെയ്യുന്നു. ആര്? ഗവൺമെന്റ് ഒരു വ്യക്തിയുടെ മേൽ നേരിട്ട് ചുമത്തുന്നു. അതുപോലെ തന്നെ ആ വ്യക്തി നേരിട്ട് ഗവൺമെന്റിലേക്ക് ക്യാഷ് അടയ്ക്കുന്നു. ഓക്കെ, ഇവിടെ ടാക്സ് ചുമത്തുന്നു, ഗവൺമെന്റ് നേരിട്ട് വ്യക്തികളിലേക്ക് ടാക്സ് ചുമത്തുന്നു. ആ വ്യക്തി തന്നെ ഡയറക്റ്റ് ടാക്സ് ക്യാഷ് ആയിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുന്നു. ഇത്തരം ടാക്സുകളെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഡയറക്റ്റ് ടാക്സ്. ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് നോക്കണം. അപ്പം ഇൻകം ടാക്സ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആർക്കാണ്? ഏറ്റവും കൂടുതൽ വരുമാനത്തിനനുസരിച്ച്. ഇപ്പൊ എനിക്കിപ്പം 10 ലക്ഷം രൂപ
ഒരു പെർ ആനം വരുമാനമുണ്ട്, എനിക്ക് എല്ലാ വർഷവും 10 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ എന്റെ വരുമാനത്തിനനുസരിച്ചൊരു നിശ്ചിത ശതമാനം തുക ആർക്ക് കൊടുക്കണം? സർക്കാരിലേക്ക് കൊടുക്കണം. സർക്കാർ എനിക്ക് ടാക്സ് ചുമത്തുന്നു, ഞാൻ സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കുന്നു. അത് എന്നിലേക്ക് ചുമത്തുന്നു, ഞാൻ തന്നെ ടാക്സ് അടയ്ക്കുന്നു. ഇത്തരത്തിലുള്ള ടാക്സുകളെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഉദാഹരണം നോക്കാം. ഇൻകം ടാക്സ്. കാരണം വെച്ചാൽ ഇൻകം ടാക്സ് ഒരു വ്യക്തി അവൻ സമ്പാദിക്കുന്ന ആദായത്തിനനുസരിച്ച് കൊടുക്കേണ്ട ടാക്സ് ആണ് ഇൻകം ടാക്സ്. അതുപോലെ കോർപ്പറേഷൻ ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനം റൺ ചെയ്യുമ്പോൾ അതിന്റെ ആ സ്ഥാപനത്തിലേക്ക് വരുന്ന വരുമാനത്തിനനുസരിച്ച് കൊടുക്കണം. അതിന്റെ മിനിമം ആൾട്ടർനേറ്റീവ് ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്? ഡയറക്റ്റ് ടാക്സിനകത്ത് വരുന്നതാണ്. അതായത് നേരിട്ട് ആരിലേക്കാണോ ചുമത്തുന്നത് അവര് തന്നെ അടയ്ക്കുന്നതാണ് എന്ത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ എക്സാമ്പിൾ. നമുക്ക് ഇനി ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലാസ് വരുമ്പോൾ നമുക്ക് ഓരോ ടാക്സും വിശദമായിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ടാക്സ് എന്താന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് ആരിലേക്കാണോ ടാക്സ് വരുന്നത് ആ ആള് തന്നെ പൈസ അടയ്ക്കുന്നു, അതാണ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവിഡ് ഓൺ ദ എൻറ്റിറ്റി ബട്ട് പാസസ് ഓൺ ടു ദ ഫൈനൽ കൺസ്യൂമർ. ഓക്കെ, ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയിൽ നിന്ന്, ടാക്സ് അടയ്ക്കേണ്ടത് ആ ചുമതല എത്തുന്ന വേറൊരു വ്യക്തിയിൽ, പക്ഷെ പൈസ പോകുന്നത് മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന്. ഇത്തരത്തിലുള്ള ടാക്സിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സെയിൽസ് ടാക്സ് എടുത്ത് നോക്കുക. സെയിൽസ് ടാക്സ്. ഓക്കെ, സെയിൽസ് ടാക്സ് എടുക്കുമ്പോൾ അത് സെയിൽസ് ടാക്സിന് പ്രത്യേകത, ഒരു സാധനം ഒരാൾ വിൽക്കുമ്പോൾ ആ വിൽപ്പന നികുതിയാണ് കൊടുക്കേണ്ടത്, അല്ലെ? വിൽക്കുന്ന ആളാണ് കൊടുക്കേണ്ടത്. ഇപ്പം സെയിൽസ്മാൻ, ഓക്കെ, ഈ പുള്ളി ഒരു പ്രൊഡക്റ്റ് ആരിലേക്ക് കൊടുക്കുന്നു? ഒരു കസ്റ്റമറിലേക്ക്. ഇത് കസ്റ്റമർ, ഓക്കെ, കസ്റ്റമറിലേക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ആ പ്രൊഡക്റ്റിന്റെ MRP എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓക്കെ, ഈ 100 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആണ്. നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ പ്രൈസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബ്രാക്കറ്റിൽ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് എന്നാണ്. അപ്പൊ ഈ സെയിൽസ്മാൻ ഈ 100 രൂപ കൊടുക്കുന്നത് എന്താണ്? ടാക്സ് ഉൾപ്പെടെയുള്ള പൈസയാണ്. അപ്പൊ നമ്മൾ ഈ 100 രൂപ ടാക്സ് ഉൾപ്പെടെയുള്ള 100 രൂപ നമ്മൾ സെയിൽസ്മാനേക്ക് കൊടുക്കും. ഓക്കെ, ആ സെയിൽസ്മാൻ എന്ത് ചെയ്യും? ഈ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് ഉൾപ്പെടെ കിട്ടുന്ന പൈസയിൽ നിന്ന് ടാക്സ് എടുത്ത് ആർക്ക് കൊടുക്കുന്നു? ഗവൺമെന്റിന് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ടാക്സ്, അതായത് ഗവൺമെന്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആകുമ്പോൾ ഗവൺമെന്റ് ടാക്സ് ചുമത്തുന്ന ആർക്കാണ്? സെയിൽസ്മാൻ ആണ്. സെയിൽസ്മാൻ ആ ടാക്സ് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്? കസ്റ്റമറിന്റെ പൈസ വെച്ചിട്ടാണ് സെയിൽസ്മാൻ ഗവൺമെന്റ് ടാക്സ് കൊടുക്കുന്നത്. അതായത് ഇവിടെ ടാക്സ് ചുമത്തപ്പെടുന്നയാൾ അല്ല ടാക്സ് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത്. അതായത് ടാക്സ് ചുമത്തപ്പെടുന്നത് ഇവിടെ സെയിൽസ്മാനിലും, ഓക്കെ, ടാക്സ് പോകുന്നത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്നുമാണ്. ഇത്തരത്തിലുള്ള ടാക്സുകളാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെന്റ് ടാക്സ് ചുമത്തുന്ന ആള് ഒരാളാണ്, ആ ആള് തന്നെ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം ഗവൺമെന്റിലേക്ക്. ഇത്തരത്തിലുള്ള ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ടാക്സ് ചുമത്തുന്നത് എയ്ക്കാണെന്നുണ്ടെങ്കിൽ ടാക്സിന്റെ പൈസ കൊടുക്കുന്നത് ബി ആയിരിക്കും. ഇത്തരത്തിലുള്ള ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം സെയിൽസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കസ്റ്റംസ് ഡ്യൂട്ടി ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്റർടൈൻമെന്റ് ടാക്സ്, നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സ്, ഇത് നമ്മൾ ഇൻഡയറക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ GST, അതൊരു പരോക്ഷ നികുതിയാണ്, ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സ്, ഇതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. കാരണം ഇൻകം ടാക്സ് നമ്മുടെ മേൽ തന്നെ വരുന്നു, നമ്മൾ തന്നെ ആ പൈസ കൊടുക്കുന്നു. അപ്പൊ ഇൻകം ടാക്സ് എന്താണ്? ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, who regulates and supervises the Indian stock market? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നോക്കാം. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ നബാർഡ്. എന്തായാലും നബാർഡ് അല്ല, നബാർഡ് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു കഴിഞ്ഞു. നബാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. സോ നബാർഡ് അല്ല. അതല്ല, എക്സിം ബാങ്ക് അല്ല. എക്സിം ബാങ്ക് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കണക്ഷൻ ഇല്ല. പിന്നെ സെബി ഉണ്ട്, BSE ഉണ്ട്. ഓക്കെ, ഇവിടെ സെബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതായത് ഗവൺമെന്റിന്റെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അത് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്കുകളെ കുറിച്ച് അത് റെഗുലേറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് എന്ത്? സെബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി സെബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമുക്കിനി സെബിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, സെബി എന്ന് പറയുന്നത്, സെബി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12th April 1992. ഓക്കെ, അതായത് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അതായത് പാർലമെന്റിലെ നിയമം
കൊണ്ടുവരുന്ന അനുസരിച്ചിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇത് സെബി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? 12th April 92, 1992 ഏപ്രിൽ 12-നാണ് സെബി എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ 2 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. സെബി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അത് സ്ഥാപിക്കപ്പെടുന്നത് 92 ഏപ്രിൽ 12. 92 ഏപ്രിൽ 12. ഇത് 2 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. ഓക്കെ, in accordance with the provisions of the Securities and Exchange Board of India Act 92. ഇത് സ്ഥാപിക്കുന്നതിന് കാരണമായി ഞാൻ പറയല, പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്ന് ആ നിയമത്തിന്റെ അനുസരിച്ച് സ്ഥാപിക്കപ്പെടുന്ന ഓർഗനൈസേഷൻ ആണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അപ്പൊ പാർലമെന്റിൽ കൊണ്ടുവന്ന നിയമം ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെബി ആക്ട്. സെബിയുടെ ഫുൾ ഫോം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പൊ സെബി ആക്ട് 92-ന്റെ ആ പ്രൊവിഷൻസ് വെച്ചുകൊണ്ട് ഫോം ചെയ്ത സ്ഥാപനമാണ് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, എന്നാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 12, 92. ഓക്കെ, അപ്പം ആ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, എന്ന് സ്ഥാപിക്കപ്പെട്ടു, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. The basic functions of the Securities and Exchange Board of India is to protect the interest of the investors in securities and to promote and regulate the securities market. അതായത് സെക്യൂരിറ്റീസിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുക. അതായത് അവര് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആണല്ലോ സെക്യൂരിറ്റീസ് വാങ്ങുന്നതും വിൽക്കുന്നതൊക്കെ, അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ, സ്റ്റോക്ക് മാർക്കറ്റിനെ, അതായത് ഈ സെക്യൂരിറ്റീസ് വിൽപ്പന നടക്കുന്ന മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇതാണ് ബേസിക് സെബിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓർക്കേണ്ട 2 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇറ്റ്സ് എ ക്വാസി ലെജിസ്ലേറ്റീവ് ആൻഡ് ക്വാസി ജുഡീഷ്യൽ. ഇതിന് 2 ധർമ്മങ്ങളുണ്ട്. ഓക്കെ, എന്താണ് ഈ 2 ധർമ്മങ്ങളെ നമ്മൾ 2 തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ക്വാസി ലെജിസ്ലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സെബി നിയമനിർമ്മാണം നടത്തുന്നുണ്ട്, ഒരു പകുതി നിയമനിർമ്മാണം നടത്തുന്നുണ്ട്, അതാണ് ക്വാസി ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ജുഡീഷ്യറി എന്താണോ ചെയ്യുന്നത് ആ ഫംഗ്ഷനും ചെയ്യുന്നുണ്ട്. നിയമം നിർമ്മാണം മാത്രമല്ല, നിയമം പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഏത് സെബി. അപ്പൊ സെബി എന്ന് പറയുന്നത് ഒരു ക്വാസി ലെജിസ്ലേറ്റീവ് ആണ്, അതിനൊപ്പം തന്നെ ക്വാസി ജുഡീഷ്യലും ആണ്. ലെജിസ്ലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട്, ഓക്കെ, ഈ ജുഡീഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം അപ്ലൈ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്. അവിടെ എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെബി ക്യാൻ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ്, അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ടാണ് പറയുന്നത് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ഉണ്ടെന്ന്. അതുപോലെ കണ്ടക്ട് എൻക്വയറീസ്, അതുപോലെ ഇമ്പോസ് പെനാൽറ്റീസ്, പാസ് റൂളിങ്സ്. അതായത് അപ്പൊ നിയമനിർമ്മാണം മാത്രമല്ല, ഈ നിയമം പരിപാലനം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ആര് വഴി? സെബി വഴി. ഇതെല്ലാം സെക്യൂരിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ സെബി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് ഫോം ചെയ്തത് 12 ഏപ്രിൽ 1992-ലാണ്. അതുപോലെ തന്നെ ആക്ട് ഏതാണ്? സെബി ആക്ട് 92 ആണ്. അതുപോലെ തന്നെ ഇതൊരു ക്വാസി ലെജിസ്ലേറ്റീവ് ആൻഡ് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, താഴെ പറയുന്നവയിൽ സെബിയായിട്ട് ബന്ധപ്പെട്ട് ശരിയായ സെന്റൻസുകൾ ഏതൊക്കെയാണ്, ഓക്കെ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു സെന്റൻസ് നിങ്ങൾക്ക് കാണാം, സെബി ഈസ് എ ക്വാസി ലെജിസ്ലേറ്റീവ് ആൻഡ് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നൊരു സെന്റൻസ് ഉണ്ടാവും. അപ്പം എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ പോയിന്റ് കൃത്യമായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിനെ ക്വാസി ലെജിസ്ലേറ്റീവ് എന്നും ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നും പറയുന്നത് നമുക്ക് നോക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്? ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇത് നമ്മൾ കുറച്ചൊന്ന് ആലോചിക്കേണ്ടി വരും. അപ്പൊ ഈ പോയിന്റ് നിങ്ങൾ നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫിനാൻസ് കമ്മീഷൻ? ആർട്ടിക്കിൾ 112, ആർട്ടിക്കിൾ 280, ആർട്ടിക്കിൾ 276, 271. ഓക്കെ, നമുക്കൊരു ആർട്ടിക്കിൾ 112 എന്തിനെ കുറിച്ചാണ്? ബഡ്ജറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്കിനി അനുബന്ധ വിവരങ്ങൾ നോക്കിയതിനു ശേഷം നമുക്ക് പറയാം. ഫിനാൻസ് കമ്മീഷൻ. Finance Commission is a constitutional body for the purpose of allocation of certain revenue resources between union and state government. അതായത് ഫിനാൻഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത്, ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്താണ് ഇതിന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോക്കേഷൻ ഓഫ് സർട്ടൻ റവന്യൂ റിസോഴ്സസ് ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റും ഇപ്പൊ രാജ്യത്തിന്റെ വരുമാനം, ഇപ്പൊ ടാക്സിൽ, ഇപ്പൊ GST-യിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഓക്കെ, GST-യിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്ക് വരുമാനം കിട്ടുന്നുണ്ട് അല്ലെ,
നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നുണ്ട്. ഈ GST വരുമാനം, ഈ ഇൻകം, ഈ GST എന്നുള്ള വരുമാനം സ്റ്റേറ്റിന് എത്രയാണ്, അതുപോലെ സെന്ററിന് എത്രയാണ് എന്ന് വീതിക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഈ ഫിനാൻസ് കമ്മീഷന്റെ ആണ്. ഫിനാൻസ് കമ്മീഷൻ ആണ് തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് എത്ര ടാക്സ് കൊടുക്കണം, സെൻട്രൽ ഗവൺമെന്റ് എത്ര എടുക്കണമെന്ന്. ഓക്കെ, അപ്പൊ പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അലോക്കേഷൻ, പർപ്പസ് ഓഫ് അലോക്കേഷൻ ഓഫ് സർട്ടൻ റവന്യൂ റിസോഴ്സസ്, എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, സ്റ്റേറ്റിന് എത്ര പെർസെന്റേജ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഫിനാൻസ് കമ്മീഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ആൻഡ് ഫിനാൻസ് കമ്മീഷൻ ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1951, 1951 ഫിനാൻസ് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 280 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദി ഇന്ത്യൻ പ്രസിഡന്റ്. ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 280 ആണ്. ഓക്കെ, ചെയർമാൻ. ഓക്കെ, നോക്കാം. Heads the commission and presides over the activities. He should have the public affairs experience. ഓക്കെ, ഇതിനൊരു ചെയർമാൻ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ചെയർമാൻ കൂടാതെ 4 അംഗങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ചെയർമാൻ ആണ് ഈ കമ്മീഷന്റെ, ഫിനാൻസ് കമ്മീഷന്റെ ആക്ടിവിറ്റീസ് എല്ലാം പ്രിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ചെയർമാന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, the parliament determines legally the qualification of the members of the commission and their selection method. പാർലമെന്റ് ആണ് തീരുമാനിക്കുന്നത്. പോയിന്റ് ആണ്, പാർലമെന്റ് ആണ്. ഹൂ ഡിസൈഡ്സ് ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ. ഈ ഫിനാൻസ് കമ്മീഷന്റെ മെമ്പേഴ്സ് എത്ര മെമ്പേഴ്സ് ഉണ്ട്? 4 മെമ്പേഴ്സ് ഉണ്ട്. ഈ 4 മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? അത് പാർലമെന്റ് ആണ്. ഓക്കെ, ഓക്കെ, ഇതിന്റെ ഹെഡ് ആരാണ്? ഫിനാൻസ് കമ്മീഷന്റെ ഹെഡ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആണ്. അദ്ദേഹമാണ് ഇതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം പ്രിസൈഡ് ചെയ്യുന്നത്. എന്താണ് മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സർട്ടൻ റവന്യൂ റിസോഴ്സസിന്റെ അലോക്കേഷൻ, അതായത് യൂണിയനും സ്റ്റേറ്റും തമ്മില് റവന്യൂ റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ GST ആണ്. GST എന്നുള്ള വരുമാനം സെൻട്രൽ എത്രയാണ്, സ്റ്റേറ്റ് എത്രയാണ് എന്ന് തീരുമാനിക്കുന്ന പൂർണ്ണമായ അധികാരം ആരിലാണ്? ഫിനാൻസ് കമ്മീഷനിലാണ്. ഫിനാൻസ് കമ്മീഷന്റെ മെമ്പേഴ്സിന് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ ക്വാളിഫിക്കേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? അത് പാർലമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അതിന്റെ മെമ്പേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 മെമ്പേഴ്സ് ഉണ്ട്, ഒരു ചെയർമാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. In India, cash reserve ratio CRR, cash reserve ratio CRR is fixed by option A, Ministry of Finance, Ministry of External Affairs, Reserve Bank of India, LIC. Okay, easy ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. External Affairs അല്ല, LIC അല്ല. പിന്നെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇതൊരു മോണിറ്ററി പോളിസി ആണ് അല്ലെ. അപ്പൊ ഇത് തീരുമാനിക്കുന്നത്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അനുബന്ധ വിവരങ്ങൾ നോക്കാം. ഓക്കെ, CRR. ഈ CRR is an essential monetary policy tool. ഇതൊരു മോണിറ്ററി പോളിസി ടൂൾ ആണ്. used for controlling the money supply in the economy, a regulation implemented in almost every nation by the central bank of that country. CRR എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തെ പണത്തിന്റെ ഒഴുക്ക്, നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ഒരുപാട് പണം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പൈസയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മം. അതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഒരു മോണിറ്ററി ടൂളാണ് CRR എന്ന് പറയുന്നത്. ഓക്കെ, ഈ CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രേ ഉള്ളൂ. is the rate, CRR is a rate, is the minimum percentage of cash deposit as specified by the RBI that must be maintained by every commercial bank as per the requirement of the central bank. അതായത് CRR എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബാങ്ക്, ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്, ഓക്കെ, നമ്മൾ SBI എന്ന് സൂചിപ്പിക്കുന്നു, മറ്റത് RBI. ഓക്കെ, അതായത് റിസർവ് ബാങ്കിലുള്ള, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള മൊത്തം ക്യാഷ് ഡെപ്പോസിറ്റിന്റെ ഒരു ഇത്ര പെർസെന്റേജ്, ഓക്കെ, എവിടെ സൂക്ഷിക്കണം? RBIയില് CRR ആയിട്ട് സൂക്ഷിക്കണം. ഇത്രേ ഉള്ളൂ. ആ ഒരു പെർസെന്റേജ്, എത്ര പെർസെന്റേജ് സൂക്ഷിക്കണം എന്ന് പറയുന്ന പെർസെന്റേജിന്, ആ റേറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് CRR എന്ന് പറയുന്നത്. അപ്പൊ CRR എന്ന് പറയുന്ന റേറ്റ് ആണ്. ഓക്കെ, ആ റേറ്റ് അനുസരിച്ചിട്ട് ആ ഒരു പെർസെന്റേജ്, മൊത്തം ഡെപ്പോസിറ്റ്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിലെ മൊത്തം ഡെപ്പോസിറ്റിന്റെ ഒരു ഇത്ര പെർസെന്റേജ് തുക എവിടോട്ട് കൊടുക്കണം? RBIയിൽ സൂക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? CRR എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പണത്തിന്റെ സപ്ലൈ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന സമയത്ത്, മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ CRR എന്ന് പറയുന്ന ഒരു സ്കീം ആര് ഉപയോഗിക്കുന്നത്? അപ്പൊ നമ്മുടെ രാജ്യത്ത് പണപ്പെരുപ്പം കൂടുന്ന സമയത്ത്
ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പണം ഇഷ്ടം പോലെ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പണം ബാങ്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന CRR റേറ്റ് കൂട്ടും. അപ്പൊ കൂടുതൽ പൈസ SBIക്ക് എങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും, RBIയിലേക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതാണ് CRR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ മുൻ പരീക്ഷയ്ക്ക് ചോദിച്ചതും ഒക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.